Hi all, now we are going to discuss the objectives of financial management. There are basically two objectives, profit maximization and wealth maximization. രണ്ട് ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെൽത്ത് മാക്സിമൈസേഷൻ. നമുക്ക് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇറ്റ് ക്യാൻ ഓൾസോ നോൺ ആസ് ട്രഡീഷണൽ ഒബ്ജക്റ്റീവ്. So, it's a primary and traditional objective of financial management is profit maximization. It focuses on maximizing the earning of the business. Earning means the profit. Profit എന്ന കോൺസെപ്റ്റ് മാത്രമേ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പ്രോഫിറ്റ് മാത്രമാണ്. എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് നോക്കുന്നില്ല. അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലാതെ ബാക്കിയുള്ള ഷെയർ ഹോൾഡറിനെയോ അല്ലെങ്കിൽ സ്റ്റേ ഹോൾഡേഴ്സിനെയോ ഫേമിനെയോ ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യാതെ അൾട്ടിമേറ്റായി നമ്മൾ എയിം ചെയ്ത് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക എന്നത് മാത്രമാണ് ഇവിടെ എയിം ചെയ്യുന്നത്. സോ we can say that the profit maximization is a short term oriented. ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നാളെ ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് പ്രോഫിറ്റിൽ. അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിലൂടെ ഷെയർ ഹോൾഡറിനൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഫേമിൻ്റെ ഗ്രോത്തിന് മാറ്റം ഉണ്ടാക്കുക അതിനെയൊന്നും ഇവിടെ ഫോക്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ട് വശമുണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമുക്ക് നോക്കാം ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ദാറ്റ് ഇറ്റ്സ് എ പ്രൈമറി എയിം ഫോർ ഗ്രോത്ത്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ ഗ്രോത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ പ്രൈമറി എയിമാണ്. ആ ഫേമിന് ഗ്രോത്ത് അച്ചീവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രോത്തിലോട്ട് പോകണമെങ്കിൽ ആ ഫേം എന്ത് ചെയ്തിരിക്കണം? പ്രോഫിറ്റ് അച്ചീവ് ചെയ്തേ പറ്റൂ. സോ ഗ്രോത്ത് ഫോക്കസ് ചെയ്യുന്നുള്ള ഫേമുകൾ അല്ലെങ്കിൽ ഗ്രോത്തിലോട്ട് പോകണമെങ്കിൽ ആ ഫേമിൽ എന്തുണ്ടായിരിക്കണം? പ്രോഫിറ്റ് ഉണ്ടായേ തീരൂ. ദ നെക്സ്റ്റ് എസെൻഷ്യൽ ഫോർ സോഷ്യൽ ഗോൾസ്. ഒരു ഫേം സൊസൈറ്റീനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ എങ്ങനെ ഒരു ഫേം അവിടെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ സൊസൈറ്റിക്ക് ഫേവറായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അങ്ങനെ നമുക്കറിയാം ഇപ്പോൾ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ CSR പോളിസീസൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആ ഫേമിന് എന്തുണ്ടായിരിക്കണം? പ്രോഫിറ്റ് ഉണ്ടായേ പറ്റും. അപ്പോൾ സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ആവണമെങ്കിൽ ആ ഫേം പ്രോഫിറ്റ് അച്ചീവ് ചെയ്തേ പറ്റൂ. ദ നെക്സ്റ്റ് ഇറ്റ് ഈസ് ദ കീ ഫോർ സർവൈവൽ ഓഫ് ദ ഫേം. ഒരു ഫേം സർവൈവ് ചെയ്ത് നിലനിൽക്കണമെങ്കിൽ ആ ഫേമിന് പ്രോഫിറ്റ് ഉണ്ടായേ തീരൂ. ദ നെക്സ്റ്റ് ടു അലോക്കേറ്റ് ദ റിസോഴ്സുകൾ അൾട്ടിമേറ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ഫേമിന് എന്തുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് ഇസ് റാഷണൽ. യുക്തിപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ഫേമിനും മിനിമം എന്തുണ്ടായിരിക്കണം? ജസ്റ്റ് എന്തുണ്ടായിരിക്കണം? പ്രോഫിറ്റ് ഉണ്ടായേ പറ്റൂ. ദ നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് പറയാം. ഇറ്റ്സ് ആൻ അംബിഗ്യസ് കോൺസെപ്റ്റ്. അംബിഗ്യൂറ്റി ഉണ്ടല്ലേ? എന്താണ് ആക്ച്വലി പ്രോഫിറ്റ് എന്ന് ഒരിക്കലും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്നതാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫേമിൻ്റെ പ്രോഫിറ്റ് ഇതാണ് എന്ന് നമുക്കൊരിക്കലും കാരണം ജസ്റ്റ് എന്താണ് കോസ്റ്റും ബെനിഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഇഗ്നോർ ദ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് രണ്ട് ഫേമിന് പ്രോഫിറ്റ് ഉണ്ടോ എന്ന് നോക്കി, ഓക്കെ രണ്ടിനും പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ ആ പ്രോഫിറ്റ് രണ്ട് ഫേമും എത്ര കാലം കൊണ്ട് ഏൺ ചെയ്തതാണ് എന്നൊന്നും ആ പ്രോഫിറ്റ് നോക്കി നമുക്ക് മനസ്സിലാവില്ല. സോ ടൈം വാല്യൂ ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഇഗ്നോർ ദ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. റിസ്ക്കും അൺസർട്ടനിറ്റിയും ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് പറയാൻ പോകുന്ന ഒബ്ജക്റ്റീവ് വെൽത്ത് മാക്സിമൈസേഷൻ. ആ വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് കാണാൻ കഴിയും. വെൽത്ത് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെന്താണ് വെൽത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആ ഫേം എത്രത്തോളം റിസ്ക് എടുക്കുന്നു, എത്രത്തോളം അൺസർട്ടനിറ്റീസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കൺസിഡർ ചെയ്ത് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ റിസ്ക്കും കൂടെ ചെയ്തിട്ട് ആ റിസ്കിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും എന്ത് അവിടെ ഏണിങ്സ് ഇത്രയാണ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ഇത്ര കിട്ടുന്നു എന്ന് കൺസിഡർ. പക്ഷെ അങ്ങനെയൊന്നും ആ റിസ്ക്കും ഒന്നും കൺസിഡർ ചെയ്യാതെ ഉള്ളതിനെയാണെന്ത് ആക്ച്വലി പ്രോഫിറ്റായിട്ട് കൺസിഡർ. പ്രോഫിറ്റിൽ ഇതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, ഇത്രയാണ് റിസ്ക് ഒന്നും മെൻഷൻ. സോ ഇറ്റ്സ് ഇഗ്നോർ ദ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റീസ്. ദെൻ ഫോർ ഡിവിഡൻഡ് പോളിസി. പ്രോപ്പർ ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യുന്ന ഒരു ഫേമിന് എന്തുണ്ടായിരിക്കണം? പ്രോഫിറ്റ് ഉണ്ടായേ തീരൂ. ദെൻ വെൽത്ത് മാക്സിമേഷൻ. സെക്കൻഡ് ഒബ്ജക്റ്റീവാണ് വെൽത്ത് മാക്സിമേഷൻ. ആക്ച്വലി വെൽത്ത് എന്ന് പറയുമ്പോൾ ഫേമിൻ്റെ വാല്യൂ ആണ്. ഫേമിൻ്റെ വാല്യൂ അച്ചീവ് ചെയ്യുക ഓൺലി ത്രൂ ഇൻക്രീസിങ് ദ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡറുടെ വെൽത്ത് എന്ന് എന്താ? നെറ്റ് പ്രസൻറ്റ് വാല്യൂ, NPV എന്ന് പറയും. വെൽത്ത് മീൻസ് NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. നമ്മളൊക്കെ ഇങ്ങോട്ട് കിട്ടിയതും അതായത് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ ബെനഫിറ്റും നമുക്ക് അങ്ങോട്ട് നമ്മളുടെ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ ടൈം വാല്യൂ വെച്ച് കൺസിഡർ ചെയ്യുന്നതിനെയാണ് വെൽത്ത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷെയർ ഹോൾഡറുടെ വെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയർ ഹോൾഡർ എത്ര ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഷെയറിന് ഇപ്പോൾ ഉള്ള വില, അത് രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ഷെയർ ഹോൾഡർ വെൽത്ത്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ഈസ് ഈക്വൽ ടു കറൻറ്റ് സ്റ്റോക്ക് പ്രൈസ് പെർ ഷെയർ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഓൺഡ്.
ഓക്കെ, അപ്പോൾ മാർക്കറ്റിലെ പ്രൈസ് വെച്ചിട്ടാണ് അവിടെ കൗണ്ട് ചെയ്യുന്നത്, അല്ലാതെ എത്ര രൂപയ്ക്ക് വാങ്ങി ഇത് വെച്ചിട്ടല്ല. അപ്പോൾ ടൈം വാല്യൂ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ഇവിടെ ഷെയർ ഹോൾഡർ വെൽത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നിന്ന് വെൽത്ത് മാക്സിമൈസേഷനുള്ള ഏറ്റവും മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നതെന്നാണ്. നോക്കാം. ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ. ഇത് ഫോക്കസ് ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡർ. ഇവിടെ നമ്മൾ ആരെയാണ്, കമ്പനിയുടെ പ്രോഫിറ്റ് ഒന്നുമല്ല, കമ്പനിയുടെ അൾട്ടിമേറ്റ് ഓണേഴ്സായ ഷെയർ ഹോൾഡറുടെ വെൽത്താണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ലോങ് ടേം. ഷെയർ ഹോൾഡറെ അവിടെ നിർത്താൻ ഇന്ന് പിടിച്ചെത്തിയാൽ പോരാ, അവരെ ലോങ് ടേമിലോട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നേ പറ്റുള്ളൂ അല്ലേ. സോ ഇറ്റ്സ് ലോങ് ടൈം പെർസ്പെക്റ്റീവാണ്. ഇറ്റ് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി. ഓൾറെഡി പറഞ്ഞാണ് ടൈം വാല്യൂ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇറ്റ് കൺസിഡർ റിസ്ക് ഫാക്ടർ. പല റിസ്ക് അഡ്ജസ്റ്റിംഗ് ടെക്നിക്കുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഏർണിങ്സ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഫർദർ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ അറിയാം, സിനാരിയോ അനാലിസിസ്, സെൻസിറ്റീവ് അനാലിസിസ്, അങ്ങനെ പ്രോബബിലിറ്റി, ഇങ്ങനെയുള്ള ടെക്നിക്കുകളിൽ റിസ്ക്കും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക ഏർണിങ്സ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ദെൻ വാല്യൂ മാക്സിമൈസ്. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താണ് മാക്സിമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഷെയർ ഹോൾഡറുടെ വെൽത്തിലൂടെ നമ്മൾ മാക്സിമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ഓഫ് ദി ഫേമാണ്. ദെൻ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രിസ്ക്രിപ്റ്റീവ് ഐഡിയ അല്ലേ, ഒരു പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഇതാണ് ഇത്രയാണ് എന്ന് ഒരു അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ വെൽത്ത് എന്ന് പറയുന്നത് ഇതാണ് എന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. ഇറ്റ്സ് എ പ്രിസ്ക്രിപ്റ്റീവ് ഐഡിയ. ഇത് ഇങ്ങനൊരു ഒബ്ജക്റ്റീവിൽ നമുക്കൊരു കോൺഫ്ലിക്റ്റ് കാണാം. എന്തൊക്കെ കോൺഫ്ലിക്റ്റ് ആണ് ആക്ച്വലി ഇവർ ഷെയർ ഹോൾഡറുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫേമിൻ്റെ വെൽത്താണോ? സോ ഇറ്റ്സ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദീസ് വാല്യൂസ്. ദെൻ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് ഓണർഷിപ്പ്. നമ്മൾ പറഞ്ഞു ഷെയർ ഹോൾഡറുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നാണ് ഒബ്ജക്റ്റീവ് വരുമ്പോൾ അവിടെ മറ്റൊരു പാർട്ടുണ്ടല്ലേ, ആരാണ് മാനേജ്മെൻറ്റും ഷെയർ ഹോൾഡറും നമ്മളൊരു കോൺഫ്ലിക്റ്റിന് ഒരു വഴിതിരിക്കും ഈ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമുക്ക് പറഞ്ഞു 2 ഒബ്ജക്റ്റീവാണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷൻ. 2 ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ പോലും ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, വെൽത്ത് മാക്സിമൈസേഷനാണ്. ഈ വെൽത്ത് മാക്സിമൈസേഷനിലൂടെ വി ക്യാൻ അച്ചീവ് ദ പ്രോഫിറ്റ്. Thank you.